തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. സ്വർണ്ണവില കേട്ട് ഞെട്ടിയോ? എന്നാൽ എല്ലാവർക്കും സ്വർണ്ണം വാങ്ങാം. തൂബ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ, അതിമനോഹരമായ ഡിസൈനുകൾ, 1 ഗ്രാം മുതൽ നെക്ലസുകൾ, ബ്രേസ്ലെറ്റുകൾ, റിങ്ങുകൾ, മിതമായ പണിക്കൂലിയും ആയുഷ്കാല മെയിന്റനൻസ് സപ്പോർട്ടും. ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം? ചെമ്മാട് തൂബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ. വാർത്തകൾ വിശദമായി. സമഗ്ര വികസനത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് തിരൂരങ്ങാടി നഗരസഭ 2025-26 സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. 2025-26 വർഷത്തെ ബജറ്റിൽ മുൻ ബാക്കി നീക്കിയിരിപ്പായി 10,12,82,510 രൂപയും ബജറ്റ് വർഷത്തെ ആകെ പ്രതീക്ഷിത വരവായി 63,41,920 രൂപ ഉൾപ്പെടെ ആകെ വരവ് 73,13,24,410 രൂപയിൽ 61,94,08,500 രൂപ പ്രതീക്ഷിത ചെലവും നീക്കിയിരിപ്പ് ബാക്കിയായി 11,19,15,910 രൂപയുമായി വകയിരുത്തുന്ന ബജറ്റാണ് ഡെപ്യൂട്ടി ചെയർപേഴ്സൺ സുലൈഖ കാലോടി അവതരിപ്പിച്ചത്. ഭവന നിർമ്മാണത്തിനും കുടിവെള്ളത്തിനും അടിസ്ഥാന വികസനത്തിനും കൃഷിക്കും ഉൾപ്പെടെ ബൃഹത് പദ്ധതികൾ ആവിഷ്കരിക്കുന്നതാണ് ബജറ്റ്. ഭവന ധനസഹായത്തിനായി വിഹിതം നീക്കിവെച്ചു. സമഗ്ര കുടിവെള്ള പദ്ധതി നടപ്പ് വർഷം പൂർത്തിയാക്കും. 46 കോടി രൂപയുടെ പ്രവൃത്തികൾ നടപ്പാക്കും. നഗരസഭയിലെ വിവിധ ഭാഗങ്ങളിൽ CCTV സ്ഥാപിക്കും. താലൂക്ക് ആശുപത്രിയിൽ കൂടുതൽ ആധുനിക സൗകര്യങ്ങൾ ഒരുക്കും. ചന്തപ്പടിയിലെ ഭിന്നശേഷി BRC സ്ഥാപനം മെച്ചപ്പെടുത്തും. നഗരസഭ നേരിട്ട് നടത്തും. ചന്തപ്പടിയിൽ പകൽ വീട് നിർമ്മിക്കും. നഗരോത്സവം സംഘടിപ്പിക്കും. ശുചിത്വ മാലിന്യ സംസ്കരണ രംഗത്ത് ബൃഹത്തായ പദ്ധതികൾ നടപ്പിലാക്കും. കൂടുതൽ മിനി MCFകളും പൊതു ഇടങ്ങളിൽ വേസ്റ്റ് ബിന്നുകളും ഒരുക്കും. ചമ്മാട് ഷോപ്പിംഗ് കോംപ്ലക്സ് ഈ വർഷം സമർപ്പിക്കും. നിലവിലുള്ള നീന്തൽക്കുളങ്ങൾ നവീകരിക്കും. നീന്തൽ പരിശീലനം നൽകും. സർക്കാർ സ്കൂളുകളിൽ കൂടുതൽ ക്ലാസ് മുറികൾ സ്മാർട്ടാക്കും. അംഗനവാടികൾക്ക് കെട്ടിടം നിർമ്മിക്കും. പോഷകാഹാരത്തിന് 60 ലക്ഷം രൂപ നീക്കിവെച്ചിട്ടുണ്ട്. പുതിയ റോഡുകൾ, തെരുവിളക്കുകൾ തുടങ്ങിയവ സ്ഥാപിക്കുന്നതിനും കാർഷിക വികസനത്തിന് പുതിയ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനും ഓപ്പൺ ജിമ്മുകൾ, വാട്ടർ ATM തുടങ്ങിയ പദ്ധതികൾ ബജറ്റിൽ വിഭാവനം ചെയ്യുന്നു. പദ്ധതി ചെലവുകൾക്കായി 7,90,61,000 രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത്. പദ്ധതി പ്രവർത്തനങ്ങൾക്കായി ഉൽപാദന മേഖലയിൽ 2.2 കോടിയിലധികം രൂപ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇതിൽ ഉൽപാദനാവശ്യത്തിനുള്ള മരാമത്ത് പ്രവൃത്തികൾക്കായി 50 ലക്ഷം രൂപയും നെൽകൃഷിക്കായി 50 ലക്ഷം രൂപയും പച്ചക്കറി ഉൾപ്പെടെ മറ്റു കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി 20 ലക്ഷം രൂപയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തോടുകളുടെയും കുളങ്ങളുടെയും സംരക്ഷണവും മറ്റു ജലസേചന പ്രവൃത്തികളും ഉൾപ്പെടെ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൽപാദന മേഖല പ്രവർത്തനങ്ങൾക്കായി 1.5 കോടി രൂപയും ചേർത്ത് ഉൽപാദന മേഖലയിൽ 5.2 കോടി രൂപ ബജറ്റിൽ വകയിരുത്തും. പെയിന്റിംഗ് ഉൾപ്പെടെയുള്ള അറ്റകുറ്റപ്പണികളും വിവിധ റോഡുകളുടെയും നിർമ്മാണവും അറ്റകുറ്റപ്പണികളും സ്ഥലം ലഭ്യമായ അംഗനവാടികളുടെ കെട്ടിട നിർമ്മാണവും നിലവിലുള്ള കെട്ടിടങ്ങളുടെ അറ്റകുറ്റപ്പണികളും ബജറ്റ് വർഷത്തിൽ പൂർത്തീകരിക്കും. ഇതിനായി തുക വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്രവൃത്തി നടപ്പിലാക്കുന്നതാണ്. നഗരസഭയിൽ നിലവിലുള്ള തെരുവ് വിളക്കുകളുടെ അറ്റകുറ്റപ്പണികൾ യഥാസമയം നടത്തുന്നതിന് കാര്യക്ഷമമായ നടപടികൾ സ്വീകരിക്കും. ഇതിനാവശ്യമായ തുക ബജറ്റിൽ പ്രത്യേകം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. കൂടാതെ ആവശ്യമായ പുതിയ തെരുവ് വിളക്കുകൾ സ്ഥാപിക്കുന്നതിനും 50 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. അടുത്തത് കൃഷി വികസനം. കാർഷിക മേഖലയിൽ ഏറെ മുന്നോട്ട് പോകുന്നതിന് നടപ്പ് വർഷം സാക്ഷിയായിട്ടുണ്ട്. നെൽകൃഷിക്ക് പുറമെ മറ്റ് കൃഷികളും കൂടുതൽ വ്യാപിക്കുന്നതിനായുള്ള ശ്രമങ്ങൾ ബജറ്റ് വർഷത്തിൽ നടത്തും. കാർഷിക മേഖലക്കായി ഉൽപാദന മേഖലയിൽ 4.3 കോടിയുടെ അധികം രൂപ ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. കൂടാതെ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയുമായി സംയോജിപ്പിച്ച് കാർഷിക പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കും. നഗരസഭാ ചെയർമാൻ KP മുഹമ്മദ് കുട്ടി ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PM A സലാം, ഇക്ബാൽ കല്ലുങ്ങൽ, CP ഇസ്മായിൽ, സോന രതീഷ്, CP സുഹ്റാബി, സെക്രട്ടറി മൂസിൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.